സസ്പെൻഷനിലായിരുന്ന നേതാവ് ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റിയിലെത്തി. കൊല്ലം നെടുമ്പന ഓമനക്കുട്ടനെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് നേതാക്കൾ പരാതി നൽകി. കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കെ സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന് കൊല്ലം നെടുമ്പന ഓമനക്കുട്ടനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വി.എസ്. രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഓമനക്കുട്ടൻ സംസ്ഥാന കമ്മിറ്റിയിൽ എങ്ങനെ എത്തി? സ്മൃതി, എങ്ങനെയാണ് ഓമനക്കുട്ടൻ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയത് എന്നതിലാണ് നേതാക്കന്മാർക്ക് ആശ്ചര്യമുള്ളത്. കാരണം ഓമനക്കുട്ടനെ പാർട്ടി സസ്പെൻഡ് ചെയ്തത് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനാണ്. ആ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ഓമനക്കുട്ടൻ ചെയ്തു എന്ന കാര്യത്തിൽ തർക്കവുമില്ല. കാരണം പാർട്ടിയുടെ ജില്ലാ മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ, സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ സുരേന്ദ്രന്റെ സമയത്ത് ചെയ്തിരുന്നു. അതായത് ചില ആളുകൾക്ക് മത്സരിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് പാർട്ടിയിൽ സമവായ നീക്കങ്ങൾ എന്ന പേരിലാണ് നടക്കുന്നത്. അത്തരം സമവായ നീക്കങ്ങൾ സംഘടനാ വിരുദ്ധമാണെന്നും പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരം ഇത്തരം സമവായങ്ങൾ പാടില്ല എന്ന് കാണിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തിനെതിരെ കോടതിയെ സമീപിച്ച വ്യക്തിയാണ് നെടുമ്പന ഓമനക്കുട്ടൻ. അതിന്റെ പേരിൽ അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ കോടതി നടപടികളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിരുന്നു. അത് പാർട്ടി അദ്ദേഹത്തെ സമീപിച്ച് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിൽ നിന്ന് പിൻവലിഞ്ഞു. പക്ഷേ സസ്പെൻഷനിലുണ്ടായിരുന്നു. അങ്ങനെ സസ്പെൻഷനിലായിരുന്ന നേതാവ് നേരിട്ട് ഇപ്പോൾ പുതിയ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലം വെസ്റ്റ് ജില്ലയിൽ നിന്നുള്ള നേതാവാണ് നെടുമ്പന ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ നേരിട്ട് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതിൽ പരാതിയുമുണ്ട്. വി.എസ്. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.